പരീക്ഷാർത്ഥികൾ ഋഗ്വേദത്തിൻ്റെ സംഹിത എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ്, അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ സ്വരങ്ങളൊക്കെ അതേപോലെ ഹൃദിസ്ഥാപനം, പിന്നെ അതിൻ്റെ പദച്ഛേദം, സംസ്കൃത ഭാഷ കാണണം, അപ്പോൾ അതിൻ്റെ പദങ്ങൾ അതും ഹൃദിസ്ഥാപനം, പ്രകൃതി പ്രയോഗങ്ങൾ, വികൃതി പ്രയോഗങ്ങൾ. പ്രകൃതി പ്രയോഗമാണ് വാരം എന്ന് പറയുന്നത്. ആ വാരം ചെല്ലാൻ പഠിക്കണം, അതിന് പദപാഠം അറിയണം, പദം അറിയണം. പിന്നെ വികൃതി പ്രയോഗങ്ങളാണ് ഊണ് കഴിക്കുമ്പോൾ ചെല്ലുന്ന ജട അല്ലെങ്കിൽ രഥ. അപ്പോൾ അതിനും സംസ്കൃത ഭാഷയിലത്തെ സന്ധിയുടെ നിയമങ്ങൾ അറിയണം. അതുപോലെ വേദത്തിലാവുമ്പോൾ സ്വരങ്ങളുണ്ട്, ഉദാത്തം, അനുദാത്തം, സ്വരിതം, പ്രത്യയം. അവ എങ്ങനെയാണ് സന്ധി ചെയ്യേണ്ടത് അറിയണം. ഇതിലൊക്കെ നിഷ്ണാതൻ ആയിത്തീർന്നാൽ മാത്രമേ ഈ പരീക്ഷയിൽ ഇരിക്കാൻ പറ്റുള്ളൂ.